ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ റോഡുകളിൽ ഒന്നായിട്ടുള്ള ട്രോൾസ്റ്റിഗൻ്റെ നേരെ മുകളിലുള്ള വ്യൂ പോയിന്റിലാണ്. നമ്മൾ താഴെ കാണുന്നതാണ് ട്രോൾസ്റ്റിഗൻ എന്ന് പറഞ്ഞിട്ടുള്ള നോർവേയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡ്. ഇത് വർഷത്തിൽ തന്നെ ആകെ 2-3 മാസം തുറക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു റോഡാണ്. ഏകദേശം 10% സ്ലോപ്പ് വരുന്ന വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള നേരോ റോഡാണ് കേട്ടോ. ഒരു എഞ്ചിനീയറിംഗ് മാർവലായിട്ടുള്ള ഈ ഒരു റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർ ലൈഫിൽ ഒരിക്കലെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകേണ്ട ഒരു റൂട്ടാണ് കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ളൊരു റോഡാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിൻ നസർ ഫ്രം നോർവേ. ഇന്നലെ ഇവിടെയാണ് നമ്മൾ വാന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. ഗെയിൻ റേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പിംഗ് സൈറ്റിലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന ഫ്യോർഡിലാണ് ഇന്നലെ ആ വലിയ ബോട്ട് ഉണ്ടായിരുന്നത്. ആ വലിയ ഷിപ്പ് ഉണ്ടായിരുന്നത്. ഷിപ്പ് ഇന്നലെ പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ തീരെ ക്യാമ്പിംഗ് സൈറ്റൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കാരണം നോർവേയിൽ അത്യാവശ്യം നല്ല വൈൽഡ് ക്യാമ്പിംഗ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാമ്പിംഗ് സൈറ്റിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ക്യാമ്പിംഗ് സൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, അവിടെ ഒരു ഓറഞ്ച് കുറ്റി കാണുന്നുണ്ടോ, ഞാൻ കാണിക്കാം. ആ കാണുന്ന കുറ്റികളിൽ പവർ ഉണ്ടാവും, നമുക്ക് കറണ്ട് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഫില്ല് ചെയ്യാം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഇതുപോലത്തെ ഓരോരോ കുറ്റികൾ ഓരോരോ സ്ഥലത്തുണ്ടാവും. ഇത് കണ്ടോ, കുറേ ക്യാമ്പേഴ്സ് ഉണ്ട്. കുറേ പേരൊക്കെ പോയി ഇവിടുന്ന്. അപ്പം നമ്മളും ഇനി ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ യാത്ര തുടങ്ങുകയാണ്. ഇതിനകത്ത് വാഷ്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഈ കാണുന്നത് ഡ്രിങ്കിങ് വാട്ടറാണ്. എല്ലാ സൗകര്യങ്ങളും ക്യാമ്പിംഗ് സൈറ്റിലുണ്ടാവും. ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ കുറച്ച് ഇപ്പുറത്തേക്ക് നമ്മൾ മാറി പാർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യാൻ. ഫ്രഷ് വാട്ടറും അതുപോലെ ഗ്രേ വാട്ടർ കളയാനും ബ്ലാക്ക് വാട്ടർ കളയാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഇവിടുന്ന് ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഗ്യാസ് കണക്ട് ചെയ്യാത്തതിന് കറണ്ട് കണക്ട് ചെയ്തിട്ട് രാത്രി കിടക്കാൻ പറ്റൂലേ? വണ്ടി ചൂടാക്കാൻ പറ്റും. കറണ്ടിന് നമ്മൾ ചെറിയ എക്സ്ട്രാ ചാർജ് ഉണ്ട്. അവരൊരു 40 ക്രോണൊക്കെ എക്സ്ട്രാ ചാർജ് ചെയ്യും. ഈ കാണുന്നതെല്ലാം കറണ്ടിന്റെ പോളാണ്. ഒരു പോളുമ്പോൾ 4 സൈഡിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ 4-5 വാനൊക്കെ ഒരൊറ്റ കുറ്റിയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കറണ്ടിന്റെ പോള്, ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഒരു കുറ്റിയുമ്പോൾ 4 പോളുണ്ട് കണ്ടോ. ഈ സൈഡിൽ 2 അതുപോലെ തന്നെ ഈ സൈഡിൽ 2. അപ്പോൾ ഇങ്ങനെ 4 വാൻ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വയറൊക്കെ ആയിരിക്കും ഇതിനുണ്ടാവാം. ലോഗാണ് ഈ ക്യാമ്പിംഗ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ കിഡ്സ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ ഈ റെഡ് ഇതിനകത്ത് ലോണ്ട്രി ഉണ്ടാവും, വാഷ്റൂം ഉണ്ടാവും, ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. യാത്ര തുടങ്ങല്ലേ? ശരിക്കും ഇവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു രാവിലെ 10 മണിക്ക്. ആ 7 സിസ്റ്റർ വാട്ടർഫോൾസിനും കാണാൻ വേണ്ടി. പക്ഷെ നമ്മളൊക്കെ എണീറ്റ് വന്നപ്പോഴേക്കും നേരല്ലേ കുറച്ച് ബോട്ട് പോയി. 10 മണിക്കും 2 മണിക്കുമാണ് ഇന്നലെ. പിന്നെ ബോട്ടൊക്കെ നമ്മൾ കുറേ കണ്ടു. വാട്ടർഫോൾസ് ഒക്കെ അത്യാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരിത് തോന്നില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോൾസ് ആയിരുന്നു കേട്ടോ, 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വാട്ടർഫോൾസിലേക്ക് നീങ്ങാൻ. ഇന്ന് നല്ല മനോഹരമായ റോഡിൽ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിമനോഹരമായിട്ടുള്ള റോഡാണ്. വർഷത്തിൽ വെറും 2 മാസം മാത്രം തുറക്കുന്ന നോർവേയിലെ ഒരു മനോഹരമായ റോഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് ഇന്നത്തെ യാത്ര. നമ്മൾ താഴ്ന്ന് ഏകദേശം കയറി മുകളിലെത്തി. നമ്മൾ ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അത് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് കേട്ടോ. ഇത് നോക്ക്, ഈ സൈഡിലൊരു വാട്ടർഫോൾസ്, അതുമ്പോൾ റെയിൻബോ കാണുന്നുണ്ടോ? റെയിൻബോ ഒക്കെ വെക്കോ, മഴവില്ലാതെ നമ്മൾ പോകുന്നതിനനുസരിച്ച് താഴേക്ക് ഇങ്ങനെ വരുന്നു. മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ രസം. ആ കാണുന്ന ബോട്ടാണ്. എന്താ രസം ഇവിടുന്ന് കാണാൻ.
കാണുന്ന ബോട്ടിലാണ് നമ്മൾ 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ് കാണാൻ പോകണ്ടായിരുന്നത്. 7 വാട്ടർഫോൾസ് ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവും. അവിടെയാണ് ഗ്രീൻ റേഞ്ചർ ടൗണ്. പക്ഷെ അത് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല, സൺലൈറ്റും ഉണ്ട്. എന്ത് രസമാണെന്നറിയോ, ഒരു രക്ഷയില്ലല്ലേ ആക്കോ. ഇതിക്കൂടെ ഷിപ്പ് പോയിട്ടുണ്ടാവും. അവിടെ ഇമാര് വർത്താനുള്ളത് തൊള്ളോണെന്നാ പറയുന്നത്. അവിടെ ഇരുന്ന് നമ്മൾ ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നത് ഗ്രീൻ റേഞ്ചർ. അവിടെയാണ് ഷിപ്പ് ഉണ്ടായത്. ഷിപ്പ് ഇങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടാവും. രസം. ഇവിടെ തിരിഞ്ഞപ്പോഴാണ് നമ്മൾ അതിന്റെ സൈഡ് വ്യൂ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവും. ശരി, പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഗെയിം റേഞ്ചർ നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ കറക്റ്റ് ഗെയിം റേഞ്ചറിൻ്റെ തലമ്പലാണ് ആ സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ആ സൈഡ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കുഴപ്പമില്ല. എന്തായാലും ഇന്ന് നമുക്ക് നല്ല സ്കൈ ആണ്. നോർത്തേൺ ലൈറ്റ്സ് കാണാൻ നല്ല ചാൻസ് ഉള്ളൊരു സ്കൈ ആണ് അല്ലേ. ഇന്നാണ് നമ്മൾ ഫോർകാസ്റ്റ് നോക്കിയാൽ ഇന്നും നാളെയും മറ്റന്നാളുമാണ് നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അത് കാണാന്നുള്ളത് നമ്മളൊരു ഡ്രീമാണ്. അങ്ങനത്തെ ഒരു നാച്ചുറൽ പ്രതിഭാസം നമുക്ക് ഈ ഒരു റീജിയണിലല്ലാതെ വേറെ നമ്മൾ UAE-ലോ വേറെ നമ്മൾ യൂറോപ്പിലോ എവിടെ പോയിട്ടും കാര്യമില്ല. ഐസ്ലാൻഡ്, നോർവേ, റഷ്യയിലാണ് അത് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല സ്കൈ ആണ്. ഇന്ന് അതിന് സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. അത് ലൈഫിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നോർവേയിൽ വന്നിട്ട് നമ്മൾ ലൈഫിൽ വേറെ യൂറോപ്യൻ കൺട്രീസിലൊന്നും പോയാൽ കാണാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടല്ലോ. അതിൽ പെട്ട ഒന്നാണ് ഗ്ലേഷ്യർ കണ്ട്. ഇന്ന് നമ്മൾ ട്രോൾ സ്റ്റിക്കും കയറാൻ പോവാണ്. കേട്ടോ, അവിടെ നമുക്ക് ലഞ്ച് കഴിക്കാം. പക്ഷെ നമ്മൾ 12 മണി ആയിട്ടുള്ളൂ. വലിയ വിശപ്പില്ല. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി പോയിട്ട് തുടങ്ങാം. ജസ്റ്റ് ഇവിടെ നിന്നിട്ട് നമുക്ക് ആ ഫ്യോർഡിൻ്റെ ഒരു നല്ലൊരു വ്യൂ ഒന്ന് കാണാം. എല്ലായിടത്തും ഇന്ന് നമുക്ക് സൂര്യൻ തലക്ക് മീറ്റാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നില്ല. കുറേ ഹൈക്കിംഗ് ട്രെയിലുണ്ട് കേട്ടോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോരോ ഹൈക്കിംഗ് ട്രെയിൽസാണ്. ഇതുണ്ടോ, ആ മൗണ്ടൈൻ്റെ മുകളിലേക്കും വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കും ഒക്കെ ആയിട്ടുള്ള ഹൈക്കിംഗ് ട്രെയിലാവാനാണ് ചാൻസ്. നീലത്തടാകമാണ്. കാറ്റുണ്ട്. ഇതുവരെ കാറ്റുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കാറ്റായി. നോർത്തേൺ ലൈറ്റ്സ് കാണുമോ? എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നീലാകാശം. അങ്ങനെ നമ്മൾ ഫ്ലാമും ഗെയിൻ റേഞ്ചറും അതുപോലെ തന്നെ ഓൾഡനൊക്കെ പിന്നിട്ട് നമ്മൾ നോർവേയുടെ നോർത്ത് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നോർത്ത് അറ്റ്ലാന്റിക് റോഡാണ്. ഇന്ന് നമ്മൾ വൈൽഡ് ക്യാമ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങ് ദൂരെ നിന്നും വരുന്ന ഫെറിയിൽ കയറിയിട്ട് നമ്മൾ അക്കരക്ക് പോവാണ് കേട്ടോ. അത് നോക്ക്, അതിൽ വരുന്ന ഓരോരോ ട്രക്കുകൾ. മോട്ടോർ ഹോം ഇല്ലാത്ത പരിപാടിയില്ല. മോട്ടോർ ഹോം പിന്നെ എല്ലായിടത്തും ഉണ്ട് നോർവേയിൽ. ഒരു 5 വണ്ടി ഉണ്ടെങ്കിൽ അവിടെ 2 മോട്ടോർ ഹോം ആയിരിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് വരിക. ആ സാധനം ഇവിടെ വന്നിട്ട് ഒരു ഇടലാണ്ട് ഇടും. ആ ഫ്രണ്ടിലത്തെ ആ ബ്ലാക്ക് വണ്ടി ഇല്ല. ആകെ 2-3 വണ്ടിയേ ഉള്ളൂ. മറ്റേത് ഫുള്ള് ആവലുണ്ട്. അങ്ങനെ ഫെറിയിലൊക്കെ കയറി നമ്മൾ ഇക്കരെ എത്തിയിട്ടോ. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് ഡീസൽ അടിക്കണം. ഡീസൽ കുറവാണ്. നമ്മൾ ട്രോൾ സ്റ്റിക്കിനൊക്കെ കയറാൻ പോകല്ലേ. അപ്പോൾ അത്യാവശ്യം ഹെയർ പിൻ ബെൻഡും എലിവേഷനൊക്കെ കയറുള്ളതാണ്. നമുക്കൊരു സേഫ്റ്റിക്ക് ഇവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ വല്ലടാൽ എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട്. അവിടെ നിന്ന് ഡീസൽ അടിക്കുക. അതാണ് അടുത്ത പ്ലാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഗ്യാസ് കിട്ടിയില്ല. ഗ്യാസ് ഒരു ക്യാമ്പർ വാൻ്റെ ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. വല്ലടാൽ കഴിഞ്ഞിട്ട് നമ്മൾ ട്രോൾ സ്റ്റിക്കനും കഴിഞ്ഞിട്ട് ആൻഡലേസ് എന്ന് പറഞ്ഞൊരു വില്ലേജിൽ, ഒരു ടൗണിൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത് പിടിക്കുക. ഡീസൽ ഇപ്പോൾ നമുക്ക് വല്ലടാലിൽ നിന്ന് അടിക്കാം. വല്ലടാൽ കഴിഞ്ഞിട്ട് ട്രോൾ സ്റ്റിക്കൻ എത്തുന്നതിന് മുന്നേ ഒരു നല്ല വാട്ടർഫോൾസ് ഒക്കെ ഉള്ളൊരു പിക്നിക് പോയിന്റ് ഉണ്ട്. അവിടെ നിർത്തിയിട്ട് നമുക്ക് ഇന്നത്തെ ലഞ്ച് അവിടെ നിന്ന് അടിക്കാം. അടിപൊളി.
അങ്ങനെ വീണ്ടും നമ്മൾ ആകമൊത്തൊരു കർഷക വൈബിൽ എത്തിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഫുള്ള് ആപ്പിളും പീച്ചും പിയറും പ്ലംസൊക്കെ അത് ഇഷ്ടം പോലെ തൂങ്ങി നിൽക്കുന്നു. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഇത് ആപ്പിളാണെന്നാ തോന്നുന്നു, പക്ഷെ അതുമ്മ ആപ്പിളില്ല. ഈ ഹാർവെസ്റ്റിംഗ് സീസൺ ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ആപ്പിളും പിയറും ചില മരങ്ങളൊക്കെ നല്ല ഇപ്പോഴും. അങ്ങനെ നമ്മൾ വാൽദാൽ ടൗണിലെത്തി. ഏത് ടൗണിൽ വന്നിട്ടും കാര്യമില്ല, മനുഷ്യന്മാരെ കാണാൻ പറ്റൂല. എന്താണ് ഡീസലിന്റെ പ്രൈസ് ആക്കോ? ഡീസൽ ഇവിടെ മൊത്തത്തിൽ വില കൂടുതലാണ്, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഡീസൽ അടിക്കലെന്നെ വഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടിക്കാം, കുറച്ചടിക്കാം. നമ്മളിനി നോർത്ത് അറ്റ്ലാന്റിക് റോഡൊക്കെ കയറാൻ പോകുന്നല്ലേ. വീണ്ടും കൃഷി ചീരണ്ടല്ലേ എന്നാ തോന്നുന്നു. ആ മറ്റേ സാധനമാണ്, എന്താണ് സ്വീറ്റ് പൊട്ടാറ്റോ. പറിച്ചാൽ നല്ലതാണ്. ആപ്പിൾ മരത്തും ആപ്പിൾ നിൽക്കുന്നതൊക്കെ ഒന്ന് നിർത്ത്, ഒന്നൊരു വീഡിയോ എടുത്തിട്ട് പോവാ. ആകെ മൊത്തം പേൾ റെഡ് ആപ്പിൾ. ഇത് പിയർ. എല്ലാവരും വീട്ടുമുറ്റത്തും നമ്മളെ നാട്ടിലെ തേങ്ങുള്ള മാതിരിയേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന ആൾക്കാരാ തോന്നല്ലേ. ഇവർ എനിക്ക് തോന്നുന്നത് ലിമിറ്റഡ് സാധനങ്ങളായിരിക്കും മിക്കവാറും പുറത്തുനിന്ന്. ഇവർക്ക് വേണ്ട സപ്ലൈ ഒക്കെ ഇവരുടെ അടുത്ത് തന്നെ ഉണ്ടാവാനാ ചാൻസ്. കാരണം ഇവർക്ക് കൃഷിയുണ്ട്, പശുവുണ്ട്, ചീസുണ്ട്, ബ്രെഡ് ഇവർ ഉണ്ടാക്കുന്നുണ്ടാവും. ചിലപ്പോൾ എല്ലാ സംഭവങ്ങളും പാലും മുട്ടയും ഒക്കെ ഇവരുടെ അടുത്ത് ഉണ്ടാവും. വേണ്ട, അത് ഇനിയിപ്പോൾ ഒരു പോക്കിൽ ഒരു മാസത്തിനുള്ള വാങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, കാരണം തീരെ ആൾക്കാർ പുറത്തിറങ്ങാത്തൊരു രാജ്യം. ഭയങ്കര റിച്ചാണ്, ഭയങ്കര റിച്ച് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അത് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളെ വില കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം അങ്ങനെ പുറത്തൊക്കെ ഇപ്പം അങ്ങനെ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനൊക്കെ വളരെ കുറവായിട്ടാണ്. അങ്ങനെ ഓസ്ലോ സിറ്റിയിലൊക്കെ എന്നല്ലാതെ നമ്മൾ അങ്ങനത്തെ അതിലൊന്നും എവിടെയും നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് ചെയിനോ ഒന്നും കാണില്ല. അപ്പോൾ നമ്മളെ ലഞ്ച് സ്പോട്ടിലാണ്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ആദ്യം നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പോവാം, ഒന്ന് റീചാർജ് ചെയ്യാനുണ്ട്. വാട്ടർഫോൾസ് അത്ര നടക്കാനൊന്നുമില്ല കേട്ടോ, തൊട്ട് താഴെ നല്ലൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നമ്മളിവിടെ ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്, ഈ കാണുന്ന വാട്ടർഫോൾസ്. അത് കാണാൻ പോവാണ്. അങ്ങ് ദൂരെ തന്നെ ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഓ ഒരു രക്ഷയില്ല കേട്ടോ. മക്കളെ രക്ഷയില്ലാത്ത വാട്ടർഫോൾസ് ആണ്, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഓരോരോ വാട്ടർഫോൾസ് ഓരോരോ രൂപത്തിലാണ് ഒഴുകി വരുന്നത്. പക്ഷേ നമുക്ക് ഈ സൺലൈറ്റ് കൊണ്ട് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഇതൊരു വല്ല എന്താ പറയുക, നമ്മൾ കിണറിലൊക്കെ ഉള്ള വെള്ളം വന്ന് വീഴുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ആ മൗണ്ടൻസിൻ്റെ ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് ശരിക്കും ഒരു ഡേഞ്ചറാണ് കേട്ടോ. ഈ നിൽക്കുന്ന സ്പോട്ട് ഇവരിങ്ങനെ ഇങ്ങോട്ടേക്ക് പടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ്, ഒരു കോൺക്രീറ്റ് സംഭവം. ഇത് നടുക്കൊരു ഐലൻഡ് പോലെയാണ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇവിടെയാണ് ഈ വാട്ടർഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കണ്ടോ, നല്ല ഇവർ കൈവരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ബോണ്ടാണ്. പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന പാർട്ടൊക്കെ ഇരുമ്പാണ്. ഇതുവരെ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഒഴുകി അങ്ങനെ പോവാണ് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ. അപ്പം എന്തായാലും നല്ലൊരു അടിപൊളി വാട്ടർഫോൾസ്. കണ്ടു. ഇനി വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഒരു സൈഡിൽ കൂടെ അവിടെ ഒഴുകിയിട്ട് ഒരു അരുവിയിലെത്തുന്നുണ്ട്. നമുക്ക് ആ അരുവിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ.
എല്ലായിടത്തും എഴുതി വെക്കണം ഈ നോ ക്യാമ്പിംഗ് എന്നുള്ള ബോർഡ്. ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ ഇവറ്റകൾ വാനെടുത്ത് ഇറങ്ങുന്ന ഒരു ടീംസാണ്. ഇനിയിപ്പം ഒഴിവ് വേണമെന്നൊന്നുമില്ല കേട്ടോ, കാരണം അധികം പേരും നല്ല പ്രായമായവരാണ് അധികം വരുന്നത്. ഓ എന്ത് രസമാണെന്നറിയോ. ഇവിടുന്നാണ് ആ വെള്ളച്ചാട്ടം അവിടെ പോയി ജോയിൻ ആവുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്നാ. അങ്ങനെയല്ല, ഇവിടുന്ന് വന്ന് 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 അങ്ങോട്ട് പോവാണ്. എന്ത് രസാലേ, വെള്ളത്തിൻ്റെ ഒരു കളറൊക്കെ. ചാടി കുളി കുളി കുളി. നല്ല തണുപ്പാണ് മോനെ, ചാടി കുളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ലൊരു കിഡ്ലൻ വാട്ടർഫോൾസ് ഒക്കെ കണ്ടു. ആ വാട്ടർഫോൾസിനേക്കാളും രസമുണ്ട് അത് ഫസ്റ്റ് ഒഴുകി വരുന്ന ആ ഒരു സ്പോട്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഇനി നേരെ നമ്മളെങ്ങോട്ടാ കാക്കോ? യെസ്, ട്രോൾസ് ചിക്കനിലേക്കാണ് പോകുന്നത്. റെഡി? കുതിര ഇവിടെ ഒരുവിധ സ്ഥലത്തൊക്കെ കുതിര റെസ്റ്റ് എടുക്കണം, ക്ഷീണം പറ്റുന്നില്ല. ഇവിടെ ഒരുവിധ സ്ഥലത്തൊക്കെ കുതിരകളുണ്ട് കേട്ടോ, ഒരുവിധം വീടുകളൊക്കെ. എന്ത് രസമാണ് ആ വോൾക്സ്വാഗന്റെ വാന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞു വാനുകൾ. ഇതെന്താണ് സ്റ്റോർ ആക്കുന്നത്? ന്യൂറോ ഹാർവസ്റ്റോർ സിസ്റ്റം. എന്താണ് ഹാർവസ്റ്റോർ സിസ്റ്റം? വല്ല ആപ്പിളൊന്നും അരച്ചിട്ടാണ് ഈ കാര്യം. രസാന്ന് അറിയോ മൗണ്ടൻസ് ഒക്കെ. ചില മൗണ്ടൻസ് ഒക്കെ സ്നോ ഇങ്ങനെ വീണ് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ട്രോൾസ് ചിക്കൻ റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു അടിപൊളി കാഴ്ചയാണ്. ആ റോഡ് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്പോട്ടാണ്, ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കാം. നമ്മൾ വാനൊക്കെ പാർക്ക് ചെയ്തു, നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇതിനകത്താണ് രസം കാണാനെന്നറിയാം. വെള്ളം ഒഴുക്കി നല്ല തണുപ്പുണ്ട്. നമ്മൾ നടന്ന് ആ ഒരു പോയിന്റിൽ എത്തണം. ഇത് രസമാണെന്നറിയാം വെള്ളം ഒഴുകി പോകുന്ന കാണാൻ. നമ്മളിങ്ങനെ കയറി പോവാണ് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ. അങ്ങ് ദൂരെ നോക്ക്, അവിടെ വാട്ടർഫോൾസ് സ്പ്രേ ആവുന്നിടത്ത് റെയിൻബോ. വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഗൈസ്. നല്ല തണുപ്പാണ്. ഈ തെർമൽസ് ഒന്നും ഇട്ടിട്ടില്ല, നോർമൽ ഡ്രസ്സ് മാത്രം ഇട്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം സ്റ്റെപ്പ് ഉണ്ട്. അവിടെ താഴെയാണ് ആ വ്യൂ പോയിന്റ്, ആൾക്കാർ നിൽക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്. അമ്മ പേടിയാണല്ലേ, നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ട് ഓരോ നിർത്തി. ഈ വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റെപ്സ് ആണ്, എത്രയോ സ്റ്റെപ്സ് ഉണ്ട്. മോനെ എന്താ ഇത്? ഇതാണ് മക്കളെ വ്യൂ. നമ്മൾ ഈ ഒരു റോഡാണ് ഇറങ്ങി പോകുന്നത്. ഇത് ഇറങ്ങി അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജ് അങ്ങനെ വീണ്ടും കയറി അങ്ങനെ പോകും. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. ഈ റോഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഈ റോഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അത്ഭുത റോഡാണ് കേട്ടോ. ഓരോ വണ്ടികൾ പോകുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയാവുകയാണ് കേട്ടോ. 10% ഇതിൻ്റെ ഈ സ്ലോപ്പ് എന്നാണ് പറഞ്ഞത്. ലോകത്തിലെ ഒരുപാട് അത്ഭുത റോഡുകളിലായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു റോഡും കൂടിയാണിത്. എന്ത് ഭംഗിയാണെന്നറിയോ. ഞാനൊരു കാഴ്ച കാണിക്കാം.
ഇതുപോലെ താഴേക്ക് നോക്കുന്നൊരിത് ആകെ പേടിയാണ്. അങ്ങനെ നമ്മൾ ഈ മനോഹരമായ കാഴ്ച കണ്ട് തിരിച്ചു പോവാണ്. എന്നെ നമ്മൾ ഈ റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല കിതക്കുന്ന ഭയങ്കര നല്ല എക്സ്ട്രീം ഹൈക്കിംഗ് ആണ് കുറച്ച്. അപ്പോൾ ഇനി നമ്മൾ ആ റോഡിലൂടെയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ 10% ലോ ഗിയർ. ഇവരൊക്കെ കയറി വന്ന് തിരിച്ചു വന്ന് ഇതിനേക്കാളും ഇതുപോലെ തന്നെ കുറെ റോഡുകൾ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ റോഡ് ഇത്ര മാത്രം? ഇത് ഞങ്ങളൊരു റോഡാണ്, ഒരു വണ്ടിക്ക് ജസ്റ്റ് ഇതുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇത്ര സ്ലോപ്പുള്ള റോഡ് ഇവിടെ ഞാൻ വരെ കണ്ടില്ല. 10% ഒന്നും, നമ്മൾ മാക്സിമം കണ്ടുള്ള 8% സ്ലോപ്പൊക്കെ ഉള്ള റോഡ് കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് 2 മാസം മാത്രം ഇയറിൽ തുറക്കുന്നത്? ഇത് ഫുള്ള് സ്നോ ഒക്കെ വന്ന് മൂടും. പിന്നെ ഇവിടെ കുറെ അവലാഞ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, കുറെ മണ്ണിടിച്ചിലുകളും അമാതിരി കല്ലുരുണ്ട് വരലും അങ്ങനെ പല പല ഇൻസിഡന്റ് സംഭവിക്കുന്ന കാരണം വിന്ററിൽ ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, സേഫ്റ്റി മെഷറായിട്ട്. പിന്നെ ഇത് മെയ് മുതൽ ഒക്ടോബർ വരെയാണ് ഇത് ഓപ്പൺ ആവും. നമ്മള് അങ്ങനെ ട്രോൾസ്റ്റിഗൻ റോഡ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനെ കുറിച്ചുള്ള ഈ ഭീകരത അറിയുന്നത് കൊണ്ടായിരിക്കും മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ ചെറിയ വേജാറ്, ഒരു ഭയം. ഇനി റോഡ് കാണുമ്പോഴത്തേനെ ശരിക്കും പേടിപ്പെടുന്ന രൂപത്തിലാണ് ഉള്ളത്. നല്ല വലിയ ക്ലിഫാണ് സൈഡിലൊക്കെ. അപ്പം മോനെ ആ വാട്ടർഫോൾസ് നമുക്ക് കറക്റ്റ് ഇവിടെ ഇങ്ങനെ കാണണം. കാക്കുവിന്റെ മുഖത്തെന്താ ചെറിയൊരു ഭയം, ചെറിയൊരു പേടി. എന്ത് ഭയം ഉണ്ടായാലും ഇത് നോക്ക്, ഒരു രക്ഷയില്ലാത്ത റോഡ് ഇട്ടാ എന്താ രസം കാണാൻ. വേറൊരുത്തൻ കയറി വരുന്നൊക്കെ ഇവിടെ എന്താ പറയാ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അപ്പോഴാണ് ഓരോ സൈക്കിൾ ഉന്തി പിടിച്ച് വരുന്നത്. ഇതാണ് നമ്മള് താവ് വന്ന വഴി. വീണ്ടും നമ്മൾ തിരിക്കുകയാണ്. ലൈഫിൽ ഒരുപാട് രാജ്യത്തുകൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചലഞ്ചിങ് റോഡ് ഫസ്റ്റ് ടൈം അല്ലേ? ഇത് ഒരു രക്ഷയില്ല. ചലഞ്ച് എന്നുള്ളതിലുപരി ഭയങ്കര ഭംഗിയുള്ള റോഡ്, ഭയങ്കര നാരോ സിക്സാഗ് നമ്മുടെ മറ്റേ ഹെയർപിന്നെടുത്ത് ഭയങ്കര കെയർഫുള്ളായിട്ട് ഓടിക്കേണ്ട ഒരു അടിപൊളി റോഡ്. ഒരു രക്ഷയില്ല. ഡ്രൈവിങ് നാരോ ആയതുകൊണ്ട് നമ്മൾ വേറൊരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്ത് ഓടിക്കണം. വേറെ നമുക്ക് വലിയ പ്രശ്നം തോന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല സ്ലോപ്പും നല്ല ക്ലിഫുള്ള ചലഞ്ചിങ് റൂട്ടാണ്. അടിപൊളിയാണ് കേട്ടോ. ആ മുകളിൽ നിന്ന് വ്യൂവും അതുപോലെ നമ്മളിങ്ങനെ ഓരോ എയർപിൻ ഇങ്ങനെ ഇറങ്ങി വരുന്നതിനനുസരിച്ച് താഴെങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പേടിപ്പെടുത്തുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. വന്ന് നമ്മൾ ഒരു പക്ക ഗ്രാമത്തിലെത്തി. ഗ്രാമം എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാമം, കൊടും ഗ്രാമത്തിന്. ഗ്രാമായിക്കോട്ടെ പട്ടണായിക്കോട്ടെ മനുഷ്യന്മാര് പുറത്ത് പ്രശ്നമില്ല, പുറത്ത് ചാടിക്കും. ഇവർക്ക് ശരിക്കും ഈ കൊറോണ കാലത്തുള്ള ആ മറ്റേ ക്വാറന്റൈൻ ഒന്നും വരെ വിഷയമാവില്ല. ക്വാറന്റൈനും നാടൻ പശു
നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അടച്ചാ. ഇത് ഒരു ക്യാമ്പർ വാൻ്റെ ഒരു ലോഗാണ്. നോക്ക്, ഫുൾ ഇത് ക്യാമ്പർ വാൻ്റെ കുറേ ആക്സസറീസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അതുപോലെ ഈ ലോകം മുഴുവൻ ക്യാമ്പർ വാനിൻ്റെതാണ്. ഇവിടെ രാജ്യക്കാരുടെ ഒരു പങ്ക്ച്വാലിറ്റിയാണ് ഞാൻ നോക്കുന്നത്. 4 മണിക്ക് കട അടക്കും, 4:02 നമ്മളിവിടെ എത്തി. പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 4 മണിക്ക് ക്ലോസ് ചെയ്യുന്നുള്ളത്. നമുക്ക് ഇന്നും കൂടി ഇന്ന് രാത്രി ആകുമ്പോഴത്തേന് തന്നെ നമ്മുടെ ഗ്യാസ് ഓൾമോസ്റ്റ് തീരും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ ഇവിടെ വന്നിട്ടുള്ള വേറൊരു ക്യാമ്പർ വേരനാണ്, നോർവേക്കാരനാണ്. അവന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് നിൽക്കണതിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പാവം. ഇതാണ് ക്യാമ്പേഴ്സിൻ്റെ ഒരു നമ്മളെ ഗ്യാസ് കിട്ടി. ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. ഫൈനലി നമുക്ക് കിട്ടി. കൊറേ തണ്ടി തിരിച്ചിട്ടാട്ടോ കിട്ടിയത്. ഗ്യാസ് ഇല്ലാതെ ഇന്ന് രാത്രി. പണ്ടൊക്കെ നാട്ടില് ഗ്യാസ് കഴിഞ്ഞാല് ഗ്യാസ് ഏജൻസിയിൽ കിട്ടാൻ ഭയങ്കര പണി. ഇപ്പൊ കാലങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു വൈബ് ഉണ്ടായില്ല. ആ വൈബ് നമുക്ക് തിരിച്ചു കിട്ടി. ആ വൈബ് കിട്ടി ഭയങ്കര. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ ഇന്ന് നല്ല തണുപ്പാവും. അപ്പൊ പിന്നെ ഉറങ്ങാൻ പിന്നെ വല്ല ഈ വണ്ടി ചൂടാക്കണതിലായിരുന്നു പ്രശ്നം. അല്ലെങ്കിൽ നമ്മള് ഗ്യാസ് സിലിണ്ടർ തീരൊന്നുമില്ല. കുക്കിംഗ് നമുക്ക് വലിയ പ്രശ്നമില്ല. എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് മേടിച്ചു തന്നു. ഇത് തീരുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ വണ്ടി ചൂടാക്കാന് വെള്ളം ചൂടാക്കാനൊക്കെ അത്യാവശ്യം ഗ്യാസ് ചെലവുണ്ട്. എങ്ങനെയാ പ്രൈസ്? എങ്ങനെയാ പ്രൈസ്? നമ്മള് സ്വീഡൻ വരുവാണ് നമ്മൾ നിറച്ച സ്റ്റാവങ്കറിന്. അന്ന് നമുക്കൊരു സ്വീഡൻ സ്റ്റാവങ്കറിലാ അല്ല സോറി, നമ്മള് നോർവേയിൽ സ്റ്റാവങ്കറിന് നമുക്ക് നിറച്ചപ്പോ 275 ഇവിടെ നമുക്ക് ഒരു കുറ്റി റീപ്ലേസ് ചെയ്യാൻ വന്നത് 449. എന്താ അങ്ങനെ അറിയില്ല, ഈ ഏരിയയിൽ കൂടുതലാണ്. 400 അല്ല 549 കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കുറ്റി കിട്ടണ്ടേ? നമ്മള് ശരിക്കും ഒരുപാട് ഇവിടെ ഒരു ക്യാമ്പർ വാൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ആ കാണുന്നതൊക്കെ ക്യാമ്പർ വാൻ്റെ പാർട്സ് ഉണ്ട്, ക്യാമ്പർ വാൻ്റെ ആക്സസറീസ് ഉള്ള ഷോപ്പും അതുപോലെ ക്യാമ്പർ വാൻ ഉണ്ടാക്കുന്ന കുറേ ഇതാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അവിടത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനെന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ 4 മണി കഴിഞ്ഞ് 4:02 ആയപ്പോഴത്തേന് ഇവരതൊക്കെ അടച്ച്. ഇവിടെ അങ്ങനെ ആയിരിക്കും. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് ലേബർ ചാർജൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗായ്സ് നമുക്ക് ഗ്യാസ് കിട്ടി. പോയാലോ? അങ്ങനെ നമ്മൾ ഗ്യാസ് ഒക്കെ കിട്ടി. ഇനി നമ്മൾ ഇന്ന് നോർത്ത് അറ്റ്ലാന്റിക് റോഡിലാണ് നമ്മളെ ഇന്നത്തെ ക്യാമ്പിംഗ് സൈറ്റ്. വൈൽഡ് ക്യാമ്പിംഗ് തന്നെയാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, പിന്നെ ഇപ്പോൾ ക്യാമ്പ് സൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ഏകദേശം 1.5 hour ഉണ്ട്. ഇപ്പോൾ 4:35 ആയ ടൈം. ഒരു 6 ഒക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആ കാണുന്ന ഫെറിയിലാണ് നമ്മൾ പോവുക. നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലേ? പറ്റും. ഫൈനലി നമുക്ക് കിട്ടി. യെസ്. ഞാൻ നമ്മൾ താഴെ നിർത്തിയിട്ട് ജസ്റ്റ് ഒരു ഇതിൻ്റെ മുകളിലേക്കൊരു വാക്കിന് വന്നിട്ടുള്ള കേട്ടോ. അത് നോക്ക്, ഈ ലോറി റബ്ബേ ആകെ മൊത്തം തടിമരങ്ങളാണ്. ഇതാണ് ഈ ഫെറി. തൊട്ടപ്പുറത്തത് വേറൊരു ഫെറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇക്കരെന്നൊരു ഫെറി ഇങ്ങോട്ട് വരുമ്പോൾ ഇക്കരെന്നൊരു ഫെറി അങ്ങോട്ട് പോകുന്നു. ഇത് ശരിക്കും നല്ല ഫാസ്റ്റായിട്ടാണ് മൂവ് ആവുന്നത്. നമുക്കിങ്ങനെ മനസ്സിലാവാത്ത നോക്കണ്ട. ആ ഫെറി പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെയാണ്, അത്യാവശ്യം സ്പീഡിലാണ് മൂവ് ആവുന്നത്. ഇത്ര വെയിറ്റ് വരെ താങ്ങാൻ പറ്റുന്ന രീതിയിലാണല്ലോ ഈ ഫെറി വരെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇത് നോക്കുക, എന്ത് ഭംഗിയാണെന്നറിയോ കാഴ്ച.
അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട് എത്താനായി. നോർത്ത് അറ്റ്ലാന്റിക് റോഡിലാണ് നമ്മൾ ഇന്നത്തെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്, നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഏകദേശം അടുക്കാറായി. ഇന്നത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റും എന്നിങ്ങനെ പ്രതീക്ഷിച്ച് പോവാണ്. ഇന്ന് രാത്രി പറ്റുമായിരിക്കും എന്നാണ് പറയുന്നത്. നടക്കുമോ? ഇന്ന് ചാൻസ് കൂടുതലാണ്, നമുക്ക് നോക്കാം. ഇന്ന് ചാൻസസ് വളരെ കൂടുതലാണ്. നോർത്തേൺ ലൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരു 15 to 20 minutes ഒക്കെ അല്ലേ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ കാണുമെന്നുള്ളത് നമുക്ക് ഉറക്കം ഒഴിച്ചിരുന്ന് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഫൈനലി നമ്മൾ നോർത്ത് അറ്റ്ലാന്റിക് റോഡിലെത്തി. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇതിൻ്റെ അങ്ങേ തലക്കലാണ് അമേരിക്ക. ആണ് നീന്തിയാൽ അമേരിക്കയിലേക്ക് എത്താം. എന്താല്ലേ, നമ്മൾ പണ്ട് നമ്മളെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുള്ള അറ്റ്ലാന്റിക് സമുദ്രമാണ് ആ കാണുന്നത്. ജീവിതത്തിലെ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് സ്പോട്ട്. നോർവേ ഫ്യോർഡ്, ഇപ്പുറത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഈ ആളുകൾ മീനിനെ പിടിച്ചിങ്ങനെ ഇട്ടേക്കട്ടോ ഇവിടെ. ഇത് മീൻ കാക്കോ? ആളുകൾ മീന് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങോട്ട് പോരുവാ, ഇങ്ങോട്ട് വാ. ഇത് നോക്ക്, നല്ല മീനുണ്ട് തോന്നിട്ടോ ഇവിടെ. ആൾക്കാർ ഇങ്ങനെ നിന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ നിറച്ച് ഫിഷർമാൻസ് ആണ് കേട്ടോ ഈ ഒരു ഇതിമേ. ചൂണ്ടലിടുമ്പോ നമുക്ക് നമ്മളെ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, നമുക്ക് കണ്ടിരിക്കുക തൽക്കാലം. നമുക്ക് നമ്മളെ ഫ്രസ്ട്രേഷനൊക്കെ അവിടെ റാസൽ കൈമയിൽ എത്തിയിട്ട് തീർക്കാം. ഇത് നമ്മൾ അവിടെ ഒന്നും കാണാത്തൊരു ടൈപ്പ് മീനാണ്. ഇവിടുത്തെ കടലിൽ എനിക്കൊന്നും വേറെ ടൈപ്പ് മീനായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഉറങ്ങാൻ കിടന്നതായിരുന്നു. അപ്പോൾ അതോ നോർത്തേൺ ലൈറ്റ്സ് പതുക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല ഇരുട്ടാണ്. കണ്ടോ, ഒരു ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ടോ? അതാണ് നോർത്തേൺ ലൈറ്റ്സ്. അതിങ്ങനെ പതുക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മളിതിലൊരു ആപ്പൊക്കെ ഇൻസ്റ്റാൾ ആക്കിയിട്ട്. ഇതെങ്ങനെ കാക്കും നിങ്ങൾ അറിഞ്ഞത്? ഇത് നമ്മൾ ഒറോറ ഫോർകാസ്റ്റിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയതാണ്. അപ്പോൾ അതിൽ ഇന്ന് രാത്രി നമുക്ക് നല്ല ചാൻസ് ആണ്. പക്ഷേ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ നല്ല തിക്കായിട്ട് വരണം. ഇപ്പോൾ ഇവിടെ 10 o'clock ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 മണിയായപ്പോൾ കിടക്കാൻ നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഇങ്ങനെ ഒരു ആപ്പിൽ ഇങ്ങനെ ഒരു 50% ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് ആദ്യം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ പോയി 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 അവിടെ നല്ല ആയി വന്നിട്ടാ. ആക്ച്വലി എന്താണ് കാക്കു നോർത്തേൺ ലൈറ്റ്സ്? നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സണ്ണിൻ്റെ എന്തോ ഒരു മാഗ്നറ്റിക് വിൻഡാണ്. ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെ ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ നോർത്തേൺ ലൈറ്റ്സ്. ഇത് ശരിക്കും നമുക്ക് ഇവിടെ അതുപോലെ റഷ്യയിൽ ഐസ്ലാൻഡിലൊക്കെ പോയാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു അത്ഭുതമാണ്. നമുക്കത് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി. ഇതൊരു പ്രത്യേക കളർ ഇട്ടോ. ഇത് നമ്മൾ വേറൊരു പച്ച കളർ വേറൊരു കളറായി മാറുന്നു. ഇത് ഇവിടെ ഉള്ളതൊക്കെ ഇപ്പം അങ്ങോട്ടേക്ക് മാറി. ഇന്ന് പക്ഷേ ഇത് കുറവാണ്. ഇന്ന് ഈ സോളാർ വിൻഡും ഇതിൻ്റെ നമ്മളിതിൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇന്ന് വളരെ കുറവാണ്. KPI 2 താഴെ ഉള്ളൂ. ശരിക്കും KPI 4 മുകളിൽ കണക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. നാളെ കുഴപ്പമില്ലാത്തതുണ്ട്. പക്ഷെ നാളെ നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് പോകും. ഈ നോർത്ത് അറ്റ്ലാന്റിക് റോഡ് നല്ലൊരു ഏരിയ ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മളെ നോർത്തേൺ ലൈറ്റ്സ് നമ്മൾ വീണ്ടും കാണുകയാണ്. മക്കളെ, അങ്ങനെ ഗൈസ് ഇപ്പോൾ മഴ വന്ന് അതുകൊണ്ട് തന്നെ ഇനി കാണാൻ ചാൻസ് കുറവാണ് അല്ലേ?
നമ്മൾ ക്ലിയർ സ്കൈ വേണം. മഴ ചെയ്താൽ പിന്നെ ഇനി കാണാൻ ചാൻസ്. നമുക്ക് എന്തായാലും ഒരു 1-2 മിനിറ്റ് ഒക്കെ കാണാൻ പറ്റി. ഒരു 3 മിനിറ്റ് ഒക്കെ ഉണ്ടായിണ്ടാവില്ലേ? നമുക്ക് ഒരു സമയത്ത് അത്യാവശ്യം നല്ല പിങ്ക് ആയിട്ട് വന്ന് ഇപ്പം നമ്മൾ വീണ്ടും കാത്തിരിക്കുകയാണ്. നേരം 12 മണിയാവാനായി. ഒരു 12:30 വരെയൊക്കെ കാണാനുള്ള ലൈഫിലെ വല്ലാത്തൊരു അനുഭവമാണ്. നേരം മുളക്കോളം കാത്തിരിക്കാനും നമ്മൾ തയ്യാറാണ്. പക്ഷെ അത് ഇനി വരുമെന്ന് അറിയില്ല. മഴ ഉണ്ടെങ്കിൽ ചാൻസ് കുറവാന്ന് പറഞ്ഞത്.